السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله، والصلاة والسلام على أشرف خلق الله وعلى آله وصحابه الفائزين برضا الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين آمنوا وعملوا الصالحات سيجعل لهم الرحمن ودا. صدق الله العلي العظيم. ബഹുമാനമുള്ള ഉലമാക്കളെ, പ്രിയപ്പെട്ട നേതാക്കളെ, ബാല്യ മോമിനുകളെ, മോമിനാത്തുകളെ, ശ്രോതാക്കളെ, മജ്‌ലിസിന്നൂർ ചൊല്ലി മഹാന്മാരായ ബദരീങ്ങളുടെ ആത്മീയമായ ഒരു സാന്നിധ്യമുള്ള ഈ സദസ്സിൽ അതോടുകൂടി ഇത് ഇൽമിന്റെ സദസ്സും കൂടിയാണ്. ആയിരക്കണക്കിൽ മലായികത്തുകൾ നമ്മൾ കാണുന്നില്ലെങ്കിലും ഇവിടെ ഉണ്ട് എന്ന് നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കുന്ന സദസ്സാണ്. നമ്മുടെയും മലായികത്തുകളുടെയും കൂടി ഒന്നിച്ചുള്ള ദുആ ഉണ്ടായാൽ നമുക്ക് ഇജാബത്ത് ഉറപ്പിക്കാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ സദസ്സ് ഇജാബത്തുള്ള സദസ്സായി റബ്ബ് കബൂൽ ചെയ്തു തരട്ടെ. നമ്മളൊക്കെ കസാലമല ബെഞ്ചിമലായിരിക്കുന്നത്. എന്നാ കുറച്ചും കൂടി മുമ്പിൽ നിന്നാൽ ആ കസാലയിൽ ദ്വാരക്കാൻ പോകില്ല, കുറച്ചുകൂടി അടുത്താണല്ലോ. നന്നടുത്താവട്ടെ, എത്ര മതി എത്ര മതി എത്ര മതി ചൂടി അടുത്തുകൂടി പോയി. ബുദ്ധിമുട്ടില്ലാത്തവരല്ല, ബുദ്ധിമുട്ടുള്ളവരെ അവിടെ തന്നെ ഇരുന്നോളി. ദിവസങ്ങളായി വളരെ പ്രധാനപ്പെട്ട പല വിഷയങ്ങളെ സംബന്ധിച്ചും ഇവിടെ നിങ്ങളോട് ഉപദേശിക്കപ്പെടുമ്പോൾ ഇനിയിപ്പോൾ ഒരു കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമില്ല. മജ്‌ലിസുന്നൂറിൻ്റെ ദുആ നടത്തി നമുക്ക് വളരെ വേഗം പിരിയാം. ഒരു ചെറിയ കാര്യം നമ്മൾ ആലോചിക്കേണ്ടത്, നാം ഈ കാര്യങ്ങളെല്ലാം തന്നെ എന്തിനു വേണ്ടി ചെയ്യുന്നു, ഇതിൻ്റെ അടിസ്ഥാന ഉദ്ദേശം നമുക്കെന്താണ്, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതായത് ബദരീങ്ങളെ നമ്മൾ സ്മരിക്കലും അതുപോലെ തന്നെ നമ്മുടെ ഇബാദത്തുകളും നമ്മുടെ ദിക്റുകളും നമ്മുടെ സ്വലാത്തുകളും നാം നമ്മുടെ ബലപ്പെട്ട സമയം ഇതിനു വേണ്ടി വിനിയോഗിക്കലും, ഇതെല്ലാം തന്നെ എന്തിനു വേണ്ടി, ഇതിൽ നമുക്ക് ഒരടിസ്ഥാന ഉദ്ദേശം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ഉദ്ദേശം പൂർണ്ണമായി നിറവേറണം, എന്നാൽ നമ്മൾ വിജയികളായി. ആ ഉദ്ദേശം നിറവേറണം, എന്നാൽ നമ്മൾ വിജയികളായി. അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ വെറുതെയായി മാറും. എന്താണ് നമ്മുടെ ഉദ്ദേശം? അതായത് ഒരു ചെറിയ വിഷയം മാത്രമേ പറയുന്നുള്ളൂ, നല്ല ആലോചിക്കുക. നമ്മുടെ കാല് വെച്ച സ്ഥലത്ത്, നമ്മുടെയൊക്കെ കാല് വെച്ച സ്ഥലത്ത്, ആ കാലിൻ്റെ അടിയിൽ നാം പരിശോധിച്ചാൽ ഒരുപാട് മണൽത്തരികളെ നമുക്ക് കാണാം. എന്നാൽ ആ മണൽത്തരികളിൽ നിന്ന് ഒരു മണൽത്തരി നമ്മുടെ കയ്യിലെടുത്താൽ ഈ വിശാലമായ പ്രപഞ്ചത്തിലെ ഏറ്റവും ചെറിയ വസ്തുവാണ്. കാരണം ഈ വലിയ പ്രപഞ്ചത്തിൽ ഒരു മണൽത്തരി വളരെ ചെറുതാണ്, വളരെ നിസ്സാരമാണ്. നമ്മൾ ചിന്തിക്കേണ്ടത്, ആ ഒരു മണൽത്തരി പോലും ലോകത്ത് ഏതെങ്കിലും ഒരു മനുഷ്യനോ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഖൽഖുകളിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾക്ക് ഇല്ലായ്മയിൽ നിന്നതിനെ ഉണ്ടാക്കാൻ സാധ്യമാണോ? ഒരിക്കലും സാധ്യമല്ല. ഒരു മണൽത്തരി പോലും ഉണ്ടാക്കാൻ സാധ്യമല്ല. ഇത് നമ്മൾ ശരിക്കറിയാം.
ശാസ്ത്രം എത്ര പുരോഗമിച്ചാലും, കമ്പ്യൂട്ടറിന്റെ ലോകമായാലും, ഡിജിറ്റൽ പ്രവർത്തനങ്ങളായാലും, എന്ത് തന്നെയായാലും ശരി, ഈ പ്രപഞ്ചത്തിലെ വളരെ ചെറിയ ഒരു മണൽത്തരി പോലും അതുമിൽ നിന്ന് വജൂദിലേക്ക് മാറ്റാൻ, ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കാൻ ഒരു മനുഷ്യനോ ഒരു മഖ്ലൂഖിനോ സാധ്യമല്ല എന്നുള്ളത് സത്യമാണ്, പരമാർത്ഥമാണ്. നമ്മൾ ആലോചിക്കണം. അതേ പ്രകാരം നമ്മുടെ വീട്ടിന്റെ മുൻഭാഗത്ത് വളർന്ന ഒരു വൃക്ഷത്തിന്റെ ഇല, ആ ഇലയിൽ ഒരുപക്ഷെ എന്തൊക്കെ സാധനങ്ങൾ ഉൾക്കൊണ്ടു എന്ന് നമുക്കൊരുപക്ഷെ പരിശോധിച്ച് മനസ്സിലാക്കാം. പക്ഷേ ഒരില ഒരു മരത്തിന് മുകളിൽ നിർമ്മിച്ചുകൊണ്ട് ആ മരത്തിൽ ഇല സൃഷ്ടിക്കാൻ ഈ ലോകത്തിലൊരു മനുഷ്യന് സാധ്യമാണോ? ഒരിക്കലും സാധ്യമല്ല. അതാണ് പടച്ച റബ്ബിനെ സംബന്ധിച്ച് നമ്മളെ ബോധ്യപ്പെടുത്തിയത്. ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസബ്ബിർ ലഹുൽ അസ്മാഉൽ ഹുസ്നാ. ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസബ്ബിർ. ഈ പ്രപഞ്ചത്തിലെ സർവ്വ വസ്തുക്കൾക്കും രൂപകൽപ്പന നടത്തിയവൻ അല്ലാഹുവാണ്. അതിനെ നിർണയിക്കുന്നവൻ അല്ലാഹുവാണ്. ഇല്ലായ്മയിൽ നിന്നുണ്ടാക്കിയവനും അല്ലാഹുവാകുന്നു. അതാണ് അല്ലാഹു നമ്മൾ മനസ്സിലാക്കണം. ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസബ്ബിർ ലഹുൽ അസ്മാഉൽ ഹുസ്നാ. അപ്പോൾ ഈ പ്രപഞ്ചത്തിലെ ചെറുതും വലുതുമായ സമസ്ത വസ്തുക്കളെയും ഇല്ലായ്മയിൽ നിന്നുണ്ടാക്കി അതിനെ ശരിക്ക് തർബിയത്ത് ചെയ്ത് നമുക്ക് ആവശ്യത്തിന് വേണ്ടി പരിപാലിച്ച് ഇതിന്റെ അന്ത്യം വരെ നിലനിർത്തിക്കൊണ്ടുവരുന്ന റബ്ബുൽ ആലമീൻ. വിശദമായി പറഞ്ഞ ഒറ്റ പോയിന്റ് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അള്ളാഹുവിടെ ഉണ്ടാക്കിയ സാധനങ്ങളെ എണ്ണി പറഞ്ഞത് ഞാൻ ആയത്തോതി തരാൻ സമയമില്ലാത്തതുകൊണ്ട് അർത്ഥം പറയില്ല. അള്ളാഹു നമ്മൾ ഉണ്ടാക്കിയ സാധനങ്ങൾ എണ്ണി പറയാം. അള്ളാഹു ഉണ്ടാക്കിയ സാധനങ്ങൾ നമുക്ക് ഒരു പ്രവേശനവും ഇല്ലാത്ത കാര്യങ്ങൾ. അള്ളാഹു പറയുന്നു, അലം നജഅലിൽ അർള മിഹാദാ വൽ ജിബാല ഔതാദാ വഖലഖനാകും അസ്വാജാ വജഅൽനാ നൗമകും സുബാതാ വജഅൽനാ الليل ലിബാസാ وجعلنا النهار معاشا وبنينا فوقكم سبعا شدادا وأنزلنا من المعصرات ماء ثجاجا لنخرج به حبا ونباتا وجنات الفافا. എണ്ണി ഓരോ വസ്തുക്കൾ അല്ലാഹു ഞാനതുണ്ടാക്കിയില്ലേ ചോദിക്കണം. അല്ലാഹു തആല ശതമായി പറയുന്നില്ല. അപ്പോൾ ഈ പ്രപഞ്ചത്തിലെ സമസ്ത വസ്തുക്കളെയും സൃഷ്ടിച്ച് തർബീയത്ത് ചെയ്ത് പരിപാലിച്ച് വേണ്ടതുപോലെ അതിനെ ക്രമീകരിച്ച് ഇതിനെയെല്ലാം നിലനിർത്തുന്ന ഈ ലോകത്തിന്റെ ഖാലിഖായ പടച്ച തമ്പുരാൻ, ആ അല്ലാഹുവിന്റെ ഏറ്റവും ദുർബലനായ കഴിവ് കുറഞ്ഞ അടിമകളാണ് നമ്മളെന്ന് മനസ്സിലാക്കുന്നത്. ശരിക്കും നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ആരാന്ന് മനസ്സിലാക്കണം. നമ്മൾ അല്ലാഹുവിന്റെ അടിമ. എങ്ങനെയുള്ള അടിമ? നമ്മുടെ വിലപ്പെട്ട ജീവന്റെ അധികാരം നമ്മളെ കയ്യിലല്ല. നമ്മുടെ ശരീരത്തിലെ ലക്ഷക്കണക്കായ സെല്ലുകളിൽപ്പെട്ട ഒരു കോശത്തിന്റെ പോലും അധികാരം നമ്മളെ കയ്യിലല്ല. അല്ലാഹുവിന്റെ കയ്യിൽ മാത്രമാണ്. അവനാണ് ഇത് നിയന്ത്രിക്കുന്നവൻ, അവനാണ് പരിപാലകൻ. മാത്രമല്ല, നമ്മൾ ആലോചിക്കണം, നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ പ്രപഞ്ചത്തിൽ ഉൾക്കൊള്ളുന്ന രഹസ്യങ്ങളെക്കാണ് വളരെ ശക്തമായ അത്ഭുതകരമായ വസ്തുക്കൾ അല്ലാഹു തആല സൃഷ്ടിച്ച് നമ്മളെ നിലനിർത്തിയ അടിമകളാണ് നമ്മൾ. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നാം കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ നമ്മുടെ വയറ്റിൻ്റെ ഉള്ളിൽ ചെന്ന് അത് അരച്ച് പാകപ്പെടുത്തണമെങ്കിൽ ഒരുപാട് പാടുപെടേണ്ടി വരും. ആ ഭക്ഷണങ്ങൾ മുഴുവനും അതിൽ നമുക്ക് ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ ഒരുപാട് വസ്തുക്കൾ ഉൾക്കൊള്ളുന്ന നമ്മുടെ ഭക്ഷണത്തിലെ നമ്മുടെ ഓരോ മനുഷ്യന്റെയും രക്തത്തിന് ആവശ്യമുള്ള വസ്തുക്കൾ മാത്രം രക്തത്തിലേക്ക് നൽകി
ബാക്കി മുഴുവനും മൂത്രത്തിലൂടെ കാട്ടത്തിലൂടെ തള്ളിവിടാൻ ലോകത്ത് അള്ളാഹു നിശ്ചയിച്ച ശരീരത്തിന്റെ ഉള്ളിലുള്ള കമ്പ്യൂട്ടർ ഒരു ചെറിയ ഒരു അമരക്ക അല്ലെങ്കിൽ പയറ്റുപണിയുടെ വലിപ്പമുള്ള വൃക്കയാണ് നമ്മൾ ഓർക്കണം. അത് എത്ര നിസ്സാരമാണ്, എത്ര ചെറുതാണ് ആ സാധനം. അതിനെന്താ ശക്തിയുള്ളത്? എന്താണ് അതിന്റെ പണി? എന്താ? മാന്യ മോമിനുകളെ, നിങ്ങളിവിടെ ഇരിക്കുന്ന സമയത്ത് മക്ക എന്ന് ഞാൻ പറഞ്ഞാൽ ഹജ്ജിന് പോയ മനുഷ്യന്റെ മനസ്സാ നിമിഷം മക്കത്തെത്തുന്നു. ഇത്ര വേഗതയുള്ള ഒരു കമ്പ്യൂട്ടർ നമ്മുടെ ശരീരത്തിനുള്ളിൽ അള്ളാഹു സൃഷ്ടിച്ചു വെച്ചില്ലേ? എന്തൊരത്ഭുതമാണ് അള്ളാഹു ചെയ്തത്. നിങ്ങൾ ആലോചിക്കണം. വല്ല കേടും വന്നുകൊണ്ട് ചിന്താശക്തിയിൽ നശിച്ചു കഴിഞ്ഞാൽ ഓർമ്മ ഉണ്ടാവോ? ഒരിക്കലും സാധ്യമല്ല. ഈ സ്ഥിതിയിൽ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ അത്യത്ഭുതകരമായ മെഷീനുകളൊക്കെ സ്ഥാപിച്ച് അള്ളാഹുവിന്റെ അടിമകളാക്കി നമ്മളോട് ഈ ലോകത്തേക്ക് വിട്ട ദുർബലരായ അടിമയാണ് നമ്മൾ എന്ന ബോധം നമുക്കുണ്ടാകണം. നമ്മൾ രക്ഷപ്പെട്ടു. എന്നിട്ട് ആ ഖാലിഖായ സൃഷ്ടാവായ റബ്ബിനോട് അടിമ എന്ന നിലയിലുള്ള ഒരു കടപ്പാട് ഉണ്ടാവണം എന്നുള്ള ഒരു ബോധമാണ് ഒരടിമക്കുണ്ടാകേണ്ടത്. അങ്ങനെയുള്ളവരാണ് നമ്മൾ. എന്തുകൊണ്ടെന്നാൽ നമ്മളും പടച്ചവനും തമ്മിൽ അകന്നവരല്ല, വളരെ വിദൂരത്തല്ല നമ്മൾ തമ്മിൽ. നമ്മളിൽപ്പെട്ട ഓരോരുത്തരുമായി അള്ളാഹുവിന്റെ ബന്ധം പടച്ച തമ്പുരാൻ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയത് ഖുർആനിലുണ്ട്. അള്ളാഹു പറയുന്നു, ലഖദ് ഖലഖ്നൽ ഇൻസാൻ, എല്ലാ മനുഷ്യരെയും നമ്മൾ സൃഷ്ടിച്ച്. ഏത് വിധത്തിലാണ് സൃഷ്ടിച്ചത്? അവൻ അമേരിക്കയിലുള്ളവനായാലും ശരി, ഇന്ത്യ രാജ്യത്തുള്ളവനായാലും ശരി, ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ളവനാണെങ്കിലും ലഖദ് ഖലഖ്നൽ ഇൻസാൻ, എല്ലാ മനുഷ്യരെയും നമ്മൾ സൃഷ്ടിച്ചു. ഏത് വിധത്തിലാണ് സൃഷ്ടിച്ചത്? വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു, അവന്റെ അതീവ രഹസ്യമായ നിഗൂഢമായ അവന്റെ മനസ്സിന്റെ തോന്നലുകൾ വരെ അപ്പോൾ എനിക്ക് അറിയാവുന്ന ഒരു കണക്ഷനോടുകൂടെയാണ് മനുഷ്യനെ ഞാൻ സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞാൽ ഖാലിഖായ റബ്ബ് നമ്മളോട് എങ്ങനെ ബന്ധപ്പെടുന്നു നമ്മൾ മനസ്സിലാക്കണം. ആ വിധത്തിൽ ബന്ധപ്പെടുന്ന ഖാലിഖായ റബ്ബിന്റെ യഥാർത്ഥമായ അധികാരങ്ങളൊക്കെ മനസ്സിലാക്കി ഞാൻ ഒരു അടിമയാണല്ലോ എന്ന ബോധം നമ്മുടെ കൽവിലുണ്ടാകുക. അതാണ് നമ്മുടെ കടപ്പാട്. ആ ബോധം നമ്മൾ നിലനിർത്തുക. എന്നിട്ട് അള്ളാഹുവിനെ തൊട്ട് ഈ അടിമയും അടിമയെ തൊട്ട് അള്ളാഹുവും പൊരുത്തപ്പെടുന്ന ഒരു അവസ്ഥ ഖാലിഖും മഖ്ലൂഖും തമ്മിൽ ഉണ്ടാക്കുക. അതാണ് നമ്മുടെ അടിസ്ഥാനമായ ലക്ഷ്യം. ആ ലക്ഷ്യം നമുക്ക് നിറവേറി കഴിഞ്ഞാൽ യാതൊരു സംശയവുമില്ല, ഈ പരിമിതമായ ജീവിതം കഴിഞ്ഞ് നമ്മൾ യാത്ര തുടങ്ങുമ്പോൾ വളരെ സന്തോഷത്തോടുകൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് നേരെ സന്നിധിയിലേക്ക് അവന്റെ അടിമകളുടെ കൂട്ടത്തിൽ അങ്ങ് ചെല്ലാം. അതാണ് മരിക്കാൻ കിടക്കുന്ന മനുഷ്യനോട് മലായികത്തുകൾ പറയുന്നത്, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. എന്റെ അടിമകളുടെ കൂട്ടത്തിലേക്ക് വാ, നിങ്ങൾ സ്വർഗത്തിലേക്ക് കടന്നോ. മരിക്കാൻ കിടക്കുന്ന മനുഷ്യനോട് അല്ലാഹു പറയാ, മലായികത്തുകൾ പറയാ. നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മൾ ശരിക്കും ബോധമുള്ളവരാകണം. ആ അള്ളാഹുവിന്റെ അടിമയാണ് ഞാൻ. അവന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി എന്നിൽ നിന്ന് വരാൻ പാടില്ല. അവന്റെ കൽപ്പന ഒരിക്കലും ഞാൻ തെറ്റാൻ പാടില്ല. എന്ത് താല്പര്യങ്ങൾ എനിക്കുണ്ടെങ്കിലും ആ പടച്ചവന്റെ ഓർമ്മ എന്റെ ഹൃദയത്തിൽ നിന്ന് വിടാൻ പാടില്ല. കാരണം എന്നെ എപ്പോഴും വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവനാണ് അള്ളാഹ്. അതുകൊണ്ട് അള്ളാഹിനെ ഞാൻ എൻ്റെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കണം. ഈ ഒരു ബോധം നമുക്കുണ്ടായി ഒരു വിധത്തിലും യാതൊരു കാരണവശാലും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് പൊരുത്തപ്പെടാത്ത ഒരു കാര്യത്തിലും ഒരു വിഷയത്തിലും ഒരാളോ പെണ്ണോ ഇടപെടാതെ നിൽക്കലാണ് ഒരടിമ എന്ന നിലയിൽ മനുഷ്യരാവശ്യം. അതിന് നമ്മൾ തീരുമാനമെടുക്കുക. അങ്ങനെ നിന്ന മഹത്തുക്കളെയാണ് നമ്മളിവിടെ ഓർക്കുന്നത്. മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അത് മുതൽക്ക് 313 ആളുകളുടെ പേര് ഉസ്താദന്മാരുടെ വ്യക്തമായി പറഞ്ഞില്ലേ. അവരൊക്കെ ആ സിദ്ധാന്തക്കാരാണ്.
ആ ഒരു ബോധമുള്ള ആളുകളാണ് അവരൊക്കെ നമ്മളെ മുൻകാലത്ത് സ്വർഗത്തിലേക്ക് കടന്നുപോയി. അവരുടെ പിന്നിൽ നമ്മളും അണിനിരന്ന് പോണം. എന്നിട്ട് അള്ളാഹുവിന്റെ തിരുഹദറത്തിൽ സന്തോഷത്തോടുകൂടെ നമുക്ക് സമ്മേളിക്കണം. ഞാനൊരൊറ്റ ആയത്തോതി നിർത്താം. നമ്മളൊക്കെ ഞാൻ ഈ മജ്‌ലിസുൻ നൂറിൽ ദുആ ചെയ്യും. ഇപ്പൊ ദുആ ചെയ്യാൻ പോകും, അടുത്ത സമയത്ത് ആരക്കും. ആ ദുആ കഴിഞ്ഞുകൊണ്ട് പിരിച്ചുവിട്ട് സലാത്തൊക്കെ ചെല്ലിയാൽ നിങ്ങളൊക്കെ കൂട്ടമായി ഗേറ്റിൻ്റെ അടുത്തേക്കൊണ്ട് പോകും. പോവല്ല, എല്ലാവരും കൊണ്ട് പോകും. ആരും കൊണ്ട് നിൽക്കൂല, എല്ലാവരും കൊണ്ട് പോകും. പ്രവർത്തകന്മാരൊരു പക്ഷേ ബെഞ്ച് മസാരിയൊക്കെ എടുത്ത് നിന്ന് ഒരു ബാക്കിയുള്ളവരൊക്കെ കൂട്ടമായിട്ടുണ്ട് പോകും, ആടും കൊണ്ടുപോകും. ഇതേ പ്രകാരം സുദീർഘമായ മഹ്ശറ കഴിഞ്ഞ് ആ മഹ്ശറായിൽ നിന്ന് സ്വർഗത്തിലേക്ക് അള്ളാഹു വിളിക്കുമ്പോൾ നമ്മളെല്ലാവരും കൂട്ടമായി പോകുന്ന ഒരു രംഗം വിശുദ്ധ ഖുർആനിൽ അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആയത്തിന് ഓതിയാൽ നമുക്ക് വളരെ സന്തോഷം തോന്നും. അള്ളാഹുവെ ആ കൂട്ടത്തിൽ ഞങ്ങളെ നീ പെടുത്തി തരണേ തമ്പുരാൻ. നല്ല ശരിക്കാലയിൽ ആയത്ത് കൂടി ഓതി നമുക്ക് ദ്വാരക്കാം. എന്താ രംഗം? മഹ്ശറയിൽ വേജാറായി വെപ്രാളത്തിൽ നിന്ന മനുഷ്യന്മാർ ഹിസാബ് കഴിഞ്ഞിട്ട് ആണും പെണ്ണും ഉടുതുണിയില്ലാതെ നിന്നിരുന്ന സ്ഥലത്തിൽ നിന്ന് അള്ളാഹു റബ്ബിൽ സ്വർഗലോകത്തിലേക്ക് വിളിച്ചു. ആ വിളി കേട്ടുകൊണ്ട് എല്ലാവരും വേഗത്തിൽ കൂട്ടമായിട്ട് മഹ്ശറയിലാണ് കഴിച്ചലാകണം എന്ന് മനസ്സിലാക്കി സ്വർഗത്തിന്റെ അരിയിലേക്കാണ് പോവുക. മനോഹരമായ സ്വർഗത്തിന്റെ വാതിൽ, ലോകത്തിലൊരു മനുഷ്യൻ കണ്ടിട്ടില്ലാത്ത, ഒരു ചെവിയിൽ കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യന്റെ മനസ്സിൽ ഊഹിക്കാൻ സാധ്യമല്ലാത്ത അനുഗ്രഹഗുണമായ സ്വർഗം. ആ സ്വർഗത്തിന്റെ വാതിൽ വിശാലമായ വാതിൽ. ആ വാതിലിന്റെ മുമ്പിലേക്ക് മനുഷ്യന്മാര് കൂട്ടമായി ആയിരക്കണക്കിന് ആളുകൾ ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾ ചെല്ലുമ്പോൾ അവിടെ നിന്നുണ്ടാകുന്ന ഒരു സംഭവമാണ് ഈ ആയത്തിൽ അല്ലാഹു പറയുന്നത്. എങ്ങനെയാ ചെല്ലുന്നത്? റബ്ബിന് തഖ്വ ചെയ്ത ആളുകളെ നയിക്കപ്പെടും ഇരൽ ജന്ന, സ്വർഗത്തിലേക്ക് നയിക്കപ്പെടും. സുമറാ, കൂട്ടം കൂട്ടങ്ങളായി നയിക്കപ്പെടും. അല്ലാഹു ആ കൂട്ടത്തിൽ സാധുക്കളായ നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ. ഹത്താ ഇദാ ജാഊഹാ, സ്വർഗത്തിന്റെ അരികിൽ അവരെത്തിയാൽ വഫുതിഹത് ലഹും അബ്വാബുഹാ, അതിന്റെ വാതിലുകൾ അവർക്ക് വേണ്ടി തുറക്കപ്പെട്ടു കഴിഞ്ഞാൽ ആ വാതിലിലേക്ക് സന്തോഷത്തോടുകൂടെ അടിമകൾ ഉടമസ്ഥന്റെ സന്നിധിയിലേക്ക് കടക്കാൻ ഒരുങ്ങുമ്പോൾ ആ മലായികത്തുകൾ വഖാല ലഹും ഖസലതുഹാ, അതിന്റെ കാവൽക്കാരായ മലായികത്തുകൾ പറയുന്നു, സലാമുൻ അലൈക്കും തിബ്തും, നിങ്ങൾ വളരെ നല്ല മനുഷ്യരാണ്, നിങ്ങളുടെ മേൽ അല്ലാഹുവിന്റെ രക്ഷയുണ്ട്, കേട്ട് വരൂ. ഇനി ഒരിക്കലും പുറത്തേക്ക് പോണ്ടങ്ങോട്ട് കടന്നോടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉൾപ്പെടുന്ന അല്ലാഹു ഉൾപ്പെടുത്തി തരട്ടെ. നമ്മൾ ഉൾപ്പെടുന്ന മുഅ്മിനീങ്ങളായ ആളുകൾ കൂട്ടം കൂട്ടമായി സ്വർഗത്തിന്റെ ഉള്ളിലേക്ക് കടന്നാൽ ആ സ്വർഗത്തിന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ദുനിയാവിൽ നിന്ന് പറയുന്നത് പോലെ സന്തോഷത്തോടുകൂടെ പറയുന്ന വാക്കുവരെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, ഖാലൂ അൽഹംദുലില്ലാഹ്. അപ്പൊ തന്നെ മുഅ്മിനീങ്ങൾ പറയുന്നത് നമുക്ക് പറയാനുള്ളതാണ്, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഖാലൂ അൽഹംദുലില്ലാഹ് അല്ലദീ സദഖനാ വഅദ വഅൗറതന അൽ-അർള നതബവ്വഉ മിനൽ ജന്നതി ഹൈതു നശാഉ വനിഅമ അജ്റുൽ ആമിലീൻ. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. പടച്ചോനെ, ആ കൂട്ടത്തിൽ ഞങ്ങളെ നീ പെടുത്തി തന്നെ റഹ്മാനെ. ഞങ്ങളെ സാധുക്കളായി ഞങ്ങളുടെ ദോഷങ്ങൾക്ക് മഗ്ഫിറത്ത് നൽകി അല്ലാഹുവേ ആ കൂട്ടത്തിൽ ഞങ്ങളെ നീ പെടുത്തി തരണേ തമ്പുരാനെ. നൈമിഷികമായ ജീവിതത്തിൽ ഭൗതികമായ സുഖങ്ങൾക്ക് വേണ്ടി മാത്രം ഞങ്ങളുടെ ഈമാനെ നഷ്ടപ്പെടുത്ത ഇബ്ലീസിന്റെ ശർറിൽ നിന്ന് ഞങ്ങളെ ഒഴിവാക്കി ഹിദായത്ത് നിലനിർത്തി ആഖിബത്ത് നന്നായി മരിച്ച് സ്വർഗത്തിൽ കടക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. നമ്മുടെ യഥാർത്ഥ അവസ്ഥ ഒരടിമയായി നിന്നാലുള്ള നന്മ നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് അടിസ്ഥാന ലക്ഷ്യം. മജ്‌ലിസുൻ നൂർ ചെല്ലുക, ദിക്ർ ചെല്ലുക, സ്വലാത്ത് ചെല്ലുക, നിസ്കരിക്കുക, നോമ്പ് നോൽക്കുക, ദാനധർമ്മങ്ങൾ ചെയ്യുക. ഇതിൻ്റെ ഒക്കെ അടിസ്ഥാന ലക്ഷ്യം അള്ളാന്റെ പൊരുത്തം ഉണ്ടാകുക, അള്ളാന്റെ പൊരുത്തം, അള്ളാന്റെ തൃപ്തി ഉണ്ടാകുക. നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടി തൃപ്തിപ്പെടുക, ഖാലിഖിനെ നമ്മൾ തൃപ്തിപ്പെടുക, മഖ്ലൂഖ് എന്ന നിലയിൽ അള്ളാഹു നമ്മളെ തൃപ്തിപ്പെടുക.
അതാണ് പടച്ചോൻ റളിയല്ലാഹു അൻഹു വറദു അൻഹു ദാലിക ലിമൻ ഖശിയ റബ്ബഹു. റളിയല്ലാഹു അൻഹു അവരെ തൊട്ട് അള്ളയും പൊരുത്തപ്പെട്ട് വറദു അൻഹു അള്ളാഹനെ തൊട്ട് അവരും പൊരുത്തപ്പെട്ടു. ദാലിക ലിമൻ ഖശിയ റബ്ബഹു, അത് റബ്ബിനെ ഭയപ്പെട്ടവർക്കാണ്. അള്ളാഹു അതിന് തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് ഈ മഹത്തായ പരിപാടിയുടെ ആദ്യന്തം നിങ്ങൾ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടി കേൾക്കുകയല്ല എന്ന് മനസ്സിലാക്കി, അത് ഉൾക്കൊള്ളാനാണ് നമ്മൾ കേൾക്കുന്നതെന്ന് മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ ഒരു യഥാർത്ഥ അടിമയായി ജീവിക്കാൻ നമ്മുടെ മനസ്സാക്ഷിയുള്ള പ്രതിജ്ഞ ഇടക്കിടക്ക് ഇങ്ങനെ പുതുക്കിക്കൊണ്ട് നമ്മുടെ ഈമാൻ ശക്തിപ്പെടുത്തണം. അതാണ് നമുക്ക് ആവശ്യം. പിന്നെ ഒരുപാട് പരീക്ഷണങ്ങൾ നമുക്കൊന്നുണ്ട്, സാമ്പത്തികമായ ഒരുപാട് പരീക്ഷണങ്ങൾ, അതുപോലെ തന്നെ പരജാതി പരീക്ഷണങ്ങളും വളരെയധികം വിഷമം പിടിച്ച പരീക്ഷണങ്ങളൊക്കെ നമുക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. എന്താ ഇതിന് കാരണം? എന്താ അടിസ്ഥാന കാരണം? അത് ഇന്ന ആളെ കൊണ്ടാവാം, ഇന്നത് കൊണ്ടാവാം എന്നൊക്കെ നമ്മൾ അഭിപ്രായം പറയും. പക്ഷേ ഇതിൻ്റെ ഒക്കെ അടിസ്ഥാന കാരണം എന്താ? അത് ഞാനൊരു ചെറിയ സംഭവം പറഞ്ഞു നിർത്താം. നൂഹ് നബിയുടെ കാലത്ത് 40 കൊല്ലം മഴ വന്നായി. 40 കൊല്ലം മഴ വന്നായിട്ട് ആടുകളെല്ലാം കൂടി കഷ്ടപ്പെട്ട് നൂഹ് നബിയുടെ അടുത്ത് വന്ന് പറഞ്ഞു, നൂഹേ ഇജ്ജൊരു അള്ളാനെ പറയുന്നുണ്ടല്ലോ, ആ അള്ളയുടെ മഴ പെയ്യിപ്പിക്കുന്നൊക്കെ ഇജ്ജ് പറയുന്നുണ്ടല്ലോ, പടച്ചോനോട് ചെന്ന് പറഞ്ഞു കാണുന്നു മഴ പെയ്യിപ്പിച്ചെന്ന ആളാ. എല്ലാവരും കൂടി നൂഹ് നബിയുടെ അടുത്ത് വന്ന് 40 കൊല്ലം മഴ വന്നായിട്ട്. എന്താ സ്ഥിതി നമുക്ക് ആലോചിച്ചാൽ 40 കൊല്ലമൊക്കെ ആ 40 കൊല്ലം ഒരൊറ്റ പിള്ളലും പള്ളിയിലുണ്ടാവും പോലും ചെയ്യുന്ന അത്ര കഷ്ടപ്പാട് സംഭവിച്ചു. അവസാനം അവരെല്ലാവരും കൂടി നൂഹ് നബിൻ്റെ അടുത്ത്. നൂഹ് നബി അന്ന് അവരോട് പറഞ്ഞ വാക്ക് വിശുദ്ധ ഖുർആനിലുണ്ട്. ഖിയാമത്തിലാണ് നമുക്ക് പഠിക്കാൻ. ഖുർആൻ അങ്ങനെ ആ വാക്ക് നൂഹ് നബി പറഞ്ഞ വാക്ക് പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ഫഖുൽതു അസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ ويمددكم بأموال وبنين ويجعل لكم جنات ويجعل لكم أنهارا. നിങ്ങൾക്ക് ഇന്ന് വന്ന പ്രയാസങ്ങളൊക്കെ പരിപൂർണമായി പരിഹരിക്കപ്പെടണമെങ്കിൽ അള്ളാഹുവിനോട് പൊറുക്കല്ലത്തോട് മനുഷ്യരെ, അള്ളയിൽ നിന്ന് അകന്നത് കൊണ്ടാണ് ഇത് വന്നത്. അതുകൊണ്ട് അള്ളാഹിലേക്ക് നിങ്ങൾ അടുക്കൂ മനുഷ്യരെ. നൂഹ് നബി അന്ന് പറഞ്ഞ വാക്ക് അതാണ് നമുക്ക് എപ്പോഴും പറയാനുള്ളത്. നമ്മൾ അള്ളാഹിലേക്ക് അടുക്കുക, പരീക്ഷണങ്ങൾ അള്ളാഹു ഒഴിവാക്കി തരും. കാരണം ഇതൊക്കെ ചെയ്യുന്നത് പടച്ച തമ്പുരാനല്ലേ. നമ്മളിങ്ങനെ ഓരോ കാരണങ്ങളാൽ അള്ളാഹുവിലേക്ക് അകന്നകന്ന് പോയിട്ട് വേണ്ടാത്തരങ്ങളിലായി നമ്മൾ മുഴുകുമ്പോൾ പടച്ച പോലെ പരീക്ഷണങ്ങളൊക്കെ ഒരാൾക്ക് നമ്മൾ തടുക്കുകയാണ്, സഹിക്കേണ്ടി വരിക. പടച്ച തമ്പുരാൻ അതിൽ നിന്നൊക്കെ നമ്മൾ ഒഴിവാക്കി തരണ്ടേ. എല്ലാവരും നല്ലപോലെ ആമീൻ പറയും. ഇവിടെ ഉസ്താദ് വായിച്ച ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ദ്വാരക്കാൻ ഏൽപ്പിച്ചവരുണ്ട്. എല്ലാവർക്കും വേണ്ടി ദ്വാരക്കാൻ, പിന്നെ ഓരോന്നോരോന്നായി എടുത്തു പറഞ്ഞ് ദ്വാരക്കേണ്ട ആവശ്യമൊന്നുമില്ല. പടച്ച തമ്പുരാൻ ഇതൊക്കെ അറിയാൻ നമ്മുടെ മനസ്സൊക്കെ. എല്ലാവരും മനസ്സിലുള്ളത് നല്ലപോലെ പടച്ചവനോട് പറയാ. ദുആ എന്ന് പറഞ്ഞാൽ അടിമ ഉടമസ്ഥനോട് സങ്കടം പറച്ചിലാണ്. നമ്മൾ സങ്കടം പറയാൻ ഉടമസ്ഥൻ്റെ കയ്യിൽ തരാമാത്രമുണ്ട്, ഉടമസ്ഥനോട്ട് ബഹീറുമല്ല. അതുകൊണ്ട് അള്ളാഹു നമുക്ക് തരും, നമുക്ക് ഉറപ്പിക്കാം. നല്ല പോലെ എല്ലാവരും ആമീൻ മലായികത്തുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. അതിൻ്റെ മുമ്പായി നിങ്ങളെല്ലാവരും ഒന്ന് എഴുന്നേറ്റാണ്. ഒരു എന്തെങ്കിലും കയ്യിലുള്ള നല്ലൊരു സദഖ, അത് ഈ മജ്‌ലിസുൻ നൂറിൻ്റെ ലാസ്റ്റായി നിങ്ങളെല്ലാവരും ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട, കൈ കൊണ്ടുവന്നേരാം. നല്ലൊരു സദഖയാവണം, വല്ലാതെ മോശമാക്കേണ്ട. കാരണം അള്ളാഹുവാണ് ബർക്കത്ത് ചെയ്യുന്നത്. ഇന്ന് തരുന്നതിൻ്റെ ഇരട്ടി നാളെ മറ്റൊരു കാരണത്താൽ അള്ളാഹു നമുക്ക് തരാൻ സാധ്യത ഉണ്ടല്ലോ. അതുകൊണ്ട് വരി സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് 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 സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ്
صلى الله عليه وسلم صلى الله على محمد 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 صلى الله على محمد صلى الله عليه وسلم 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 اللهم صل على محمد يا رب صل عليه وسلم യാസീനോദിനെ ഇഖ്ലാസുമായ വിധത്തിനോദിക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. أوصل اللهم ثواب ما قرأناه من القرآن العظيم وثواب سائر الأذكار المباركة إلى حضرة سيدنا وشفيعنا ومرشدنا وهادينا
ومصطفانا محمد صلى الله عليه وسلم وإلى حضرة سائر الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين خاصة إلى حضرة قطب هذا الزمان وولي هذا المكان وإلى حضرة رجال الغيب المتصرفين في الكون في هذه النوبة وإلى حضرة أرواح من دفنوا في هذه البلدة من العلماء والسادات والصالحين اللهم زدهم شرفا على شرفهم وفضلا على فضلهم اللهم أمدنا بمددهم اللهم انفعنا بعلومهم وأسرارهم وأنوارهم في الدين والدنيا والآخرة اللهم إنا نسألك بجاههم وبعظمة ما تلوناه من القرآن العظيم خاصة بجاه الأصحاب البدريين واللحديين والحنينيين وسائر الصحابة كلهم أجمعين أن تيسر لنا جميع أمورنا وتقضي حوائجنا وحوائج من أوصانا بالدعاء وتشفي أمراضنا وأمراض مرضانا وتبلغ آمالنا وتجعلنا ومن تعلق بنا ومن أوصانا بالدعاء في حرزك وحفظك وعنايتك وأمانك يا رب العالمين اللهم اهدنا فيمن هديت وعافنا فيمن عافيت وتولنا فيمن توليت وبارك لنا فيما أعطيت وقنا شر ما قضيت اللهم ارزقنا علما نافعا وقلبا تقيا وإيمانا كاملا وعمرا في طاعتك طويلا وكمال الصحة والعافية وحسن الخاتمة ولذة النظر إلى وجهك الكريم اللهم وجهنا إلى الخير ووجه الخير إلينا يا رب العالمين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما توفنا مسلمين والحقنا بالصالحين اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد റഹ്മാനും റഹീമുമായ റബ്ബേ ഞങ്ങളിതിൻ്റെ ആരംഭം മുതൽ ഇതുവരെ വന്നതും പറഞ്ഞതും കേട്ടതും ഞങ്ങൾ ചെയ്ത ദാനധർമ്മങ്ങളും ഞങ്ങൾ ചെലവഴിച്ച സമയങ്ങളും എല്ലാം നിന്റെ പൊരുത്തത്തിലായി നീ കബൂലാക്കണേ റഹ്മാനെ പടച്ചവനെ നീ കബൂൽ ചെയ്യണേ റഹ്മാനെ നീ കബൂൽ ചെയ്യണേ റഹ്മാനെ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ഞങ്ങൾക്ക് നീ മഗ്ഫിറത്ത് നൽകണേ റഹ്മാനേ പടച്ചവനെ ഞങ്ങൾ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തവരാകും ഞങ്ങളുടെ തെറ്റിൻ്റെ എണ്ണവും വണ്ണവും അറിയുന്ന നാഥാ നിന്റെ മഹമായ ഫദ്ല് കൊണ്ട് ഞങ്ങൾക്ക് നീ മഗ്ഫിറത്ത് നൽകണേ തമ്പുരാനെ ഞങ്ങളുടെ ദോഷങ്ങളെ നീ പൊറുക്കണേ റഹ്മാനേ റഹ്മാനും റഹീമുമായ റബ്ബേ ഹിദായത്തിൻ്റെ നൂറ് കൊണ്ട് ഞങ്ങളെ കൽബുകളെ നീ പ്രകാശിപ്പിക്കണേ തമ്പുരാനെ കാമിലായ ഈമാൻ ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ പടച്ചവനെ ഈ മഹത്തായ ബദരീങ്ങളെ ഓർമ്മിച്ച ഈ മഹത്തായ സദസ്സിൽ വെച്ചുകൊണ്ട്